ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ അമേരിക്കക്കാർക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? എന്ത് പ്രശ്നം നടന്നാലും അതിനെ ഓരോ കോൺസ്പിരസി ആക്കി അങ്ങനെ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഭയങ്കര കോംപ്ലക്സ് ആക്കി എന്തൊക്കെയോ ആക്കി വിടും. ഇത് അമേരിക്ക മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഈ മാസം നടന്ന കാർ ബോംബ് ബ്ലാസ്റ്റ് ഡൽഹിയിൽ വെച്ച് നടന്നത് ഓർമ്മയുണ്ടാവുമല്ലോ. ഉമർ നബി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറായിട്ടുള്ളൊരു തീവ്രവാദി, അയാൾ മരിക്കുകയും ചെയ്തു, അയാളുടെ കൂടെയുള്ളവരെ പിടിക്കുകയും ചെയ്തു. ഇയാളുടെ ഒരു വീഡിയോ വരെ പുറത്തു വന്നു സൂയിസൈഡ് ബോംബിങ്ങിനെ കുറിച്ച് പൊക്കി പറയുന്ന കേസ് ക്ലോസ്ഡ്. ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സംഭവം അവിടെ കിട്ടിയില്ലേ. ഇതേ നവംബറിൽ അങ്ങ് അമേരിക്കയിൽ വേറൊരു ആക്രമണം നടക്കുന്നത്. വാഷിങ്ടൺ DC വൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് പട്ടാളക്കാർക്ക് നേരെയാണ് വെടിവെക്കുന്നത്. ഒരാൾ മരിക്കുകയും ഒരാൾ ഇപ്പോഴും ഹോസ്പിറ്റലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഒരാൾ പട്ടാളക്കാർക്ക് നേരെ ഷൂട്ട് ചെയ്ത ആളെ ജീവനോടെയും പിടിച്ചിട്ടുണ്ട്. റഹ്മാനുള്ള ലക്കൻവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെയാണ് അയാൾ പിടിച്ചുകൊണ്ട് പോകുന്ന ഫൂട്ടേജൊക്കെ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയാണ് കുറച്ച് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ഈ വെടിവെച്ച ആളില്ല, ഇയാൾ QSF എന്നുകൊണ്ട് കാണ്ഡഹാർ സ്പെഷ്യൽ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അയാൾ 10 കൊല്ലമായിട്ട് CIA വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് ഇയാൾക്ക് അസൈലം വിസ കിട്ടിയിട്ട് ഇയാളിപ്പോൾ ഈ 2021 US വരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്. കഴിഞ്ഞില്ലേ കാര്യം, വെറുതെ അസൈലം കൊടുക്കില്ലല്ലോ. ഒരു തവണ CA വർക്ക് ചെയ്താൽ ഇപ്പോഴും CA വർക്ക് ചെയ്യായിരിക്കുമല്ലോ, അല്ലാണ്ട് വെറുതെ വന്നിട്ട് നീ മോൻ ഇവിടെ ഇരുന്നോന്ന് വേണ്ടി ഇരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു CA കണക്ഷൻ കിട്ടിയില്ലേ. ഇനി അടുത്ത കാര്യം, ഒരു പട്ടാളക്കാരി മരിച്ചു എന്ന് പറഞ്ഞില്ല, ഇതാണത്. 20 വയസ്സുള്ളൂ, സാറ ബക്കേഴ്സ് എന്നാണ് അവരുടെ പേര്. പട്ടാളത്തിൽ ചേർന്ന് കുറച്ചായിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി മരിച്ചു. ഓക്കെ, അപ്പോൾ ഇസ്രയേൽ ഇല്ലാണ്ട് കോൺസ്പിറസി ഇല്ലല്ലോ. അപ്പോൾ ഇസ്രയേലിലെ ഗൂഗിൾ ട്രെൻഡ്സ് എടുത്ത് നോക്കുമ്പോൾ ഇവർ മരിച്ചതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇസ്രയേലിലെ ആൾക്കാർ ഈ സാറ ബക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് സെർച്ച് ചെയ്തിട്ടുണ്ട്. സംഭവം ഇത് ഫേക്ക് ആണെന്നൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ട്സും ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ AI ഫേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേക്ക് അല്ല എന്നാണ് AI പറയുന്നത്. എനിക്കറിയില്ല, ഇത് നിങ്ങളുടെ എല്ലാ കോൺസ്പിറസിയും ഇങ്ങനെ എന്തെങ്കിലും ഒരു മര്യാദയ്ക്ക് ഒരു കേസ് തെളിയിക്കാന്മാർക്ക് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൊണാൾഡ് ട്രംപിന് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്ക് ഈ കുറച്ചുകൂടെ പട്ടാളക്കാരനെ എല്ലാവരുടെയും വിന്യസിക്കണമെന്നുണ്ട്. അത് നടത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ പട്ടാളക്കാരനെ വാഷിങ്ടൺ DC തന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. അതുപോലെ ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്ന് ഒരാളിനെയും ഒരു ദണ്ഡിനെയും കൂടെ വരുത്തണ്ട എന്നുള്ള തീരുമാനമൊക്കെ എടുക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്.